സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നതിന് സുപ്രീം കോടതിയുടെ മാർഗരേഖ. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥരെ കോടതിയിലേക്ക് വിളിച്ചു വരുത്താവൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു മാർഗരേഖ ഇപ്പോൾ ഇറക്കുന്നത്? ഈ മാർഗരേഖയിൽ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? യു പിയിലെ ഒരു കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ഹൈക്കോടതികൾക്കാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒപ്പം അവരുടെ ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇവയെല്ലാം പരിഗണിക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഏറ്റവും അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉദ്യോഗസ്ഥരെ വിളിച്ച് വരുത്താം. പക്ഷേ ആ അനിവാര്യത വളരെ കൃത്യമായിട്ട് ആ കേസിൽ ബോധ്യപ്പെടേണ്ടതും വലിയ രീതിയിലുള്ള തെറ്റുകൾ, അതായത് അഴിമതി അടക്കമുള്ള തെറ്റുകൾ ഉണ്ടായതായി കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന നടപടിക്രമങ്ങളുടെ വീഴ്ച അടക്കം കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ മാത്രമേ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താവൂ എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്തമായിട്ട് കേസ് ചെറിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും. ശരി ആർ കെ, സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നതിന് സുപ്രീം കോടതിയുടെ പുതിയ മാർഗരേഖ. അത്യാവശ്യ ഘട്ടങ്ങളിലെ ഉദ്യോഗസ്ഥരെ കോടതിയിലേക്ക് വിളിച്ചു വരുത്താവൂ എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.